നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 582 582. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 582. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 74-ാം സർഗം, ഇന്ദ്രൻ്റെ ക്ഷമാപണവും ഇന്ദ്രൻ്റെ സ്തുതിയും, അതിൽ അവസാനത്തെ ശ്ലോകം 29. ഈ വണ്ണം മതിയുടനത്രയും തെളിഞ്ഞ് ആ ദേവേന്ദ്രൻ കരതളിർ കൂപ്പി വാഴ്ത്തി നിൽക്കേ, പാൽവെണ്ണക്കെതിർ മൃദുലസ്മിതം കലർന്നേ കാർവർണ്ണൻ കനിവോട് ചൊല്ലി ഇപ്രകാരം. ദേവേന്ദ്രനോട് ശ്രീകൃഷ്ണൻ എന്തു പറഞ്ഞു? ദേവേന്ദ്രൻ്റെ ക്ഷമാപണവും സ്തുതിയൊക്കെ കേട്ടതിൻ്റെ ശേഷം, അതാണ് 75-ാം സർഗത്തിലെ ഭഗവാന്റെ ഉപദേശവും ഗോവിന്ദ പട്ടാഭിഷേകവും. ഗോവിന്ദ എന്ന നാമധേയം ഭഗവാന് കൊടുത്തത് ആ 7 വയസ്സിലാണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ഭഗവാന്റെ ഉപദേശം ഇന്ദ്രൻ എന്തു കൊടുത്തു അത് നമുക്കും ബാധകമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ത്രൈലോക്യാധിപൻ എന്നുള്ളിൽ അഭിമാനം വളർന്നു നീ, എനിക്കു ശരിയായാരും പാടില്ല ഓർന്നോർത്തു ചെയ്യുകയാം. നീ ഇപ്പോൾ ഈ വൃന്ദാവനത്തിനെ വെള്ളത്തിൽ മുക്കണമെന്ന് വിചാരിച്ചത് അഹങ്കാരല്ലേ ഇന്ദ്ര? ത്രൈലോക്യാധിപൻ എന്നുള്ളിൽ അഭിമാനം വളർന്നു നീ, എനിക്കു ശരിയായ ആരും പാടില്ലെന്നോർത്തു ചെയ്തതാം. ധനം, സൗന്ദര്യം, ഐശ്വര്യം, ആരോഗ്യം, ബലം എന്നിവ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 8, 10, 12 വയസ്സിൽ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്കും കുടുംബത്തിലും സമൂഹത്തിലും ദേശത്തിലും അപമാനം വരില്ല. പറഞ്ഞ ശരിയല്ലേ? ധനം, സൗന്ദര്യം, ഐശ്വര്യം, ആരോഗ്യം, ബലം എന്നിവ മിക്ക പേർക്കും അഹങ്കാരം വളർത്തിയിടും ജഗത്ത്. അതിൽ കുടുങ്ങരുത്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോ ദണ്ഡം മേകണം ഈ വിധം, അല്ലെങ്കിൽ അവർ വല്ലാതെ മതമാർന്നു നശിച്ചു പോവും. അങ്ങനെ അഹങ്കരിക്കുന്നവർക്ക് തലയ്ക്ക് ഓരോ ചൊട്ട് കൊടുക്കണം, മുട്ടുംകാലൊന്ന് തല്ലി ഒടിക്കണം. അപ്പോൾ കുറച്ച് കാലം പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുമ്പോൾ അരുതാത്തത് ചെയ്താൽ ഇങ്ങനെയാണ് ഫലം എന്ന് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് അവർക്കോരോ ദണ്ഡം ഏകണം ഈ വിധം, അല്ലെങ്കിൽ അവർ വല്ലാതെ മതമാർന്നു നശിച്ചു പോവും. 4-ാമത്തെ ശ്ലോകം. തെറ്റാതോരോ നിമിഷവും കാത്തുരക്ഷിച്ചുകൊണ്ടു ഞാനുള്ളിൽ മിന്നുവതോർക്കാതെ തങ്ങൾ തൻ കഴിവൊന്നിനാൽ. നമ്മൾക്കൊക്കെ പറ്റണ തകരാറെന്ന് വെച്ചിട്ടുണ്ടോ? A to Z. തെറ്റാതെ ഓരോ നിമിഷവും നമ്മൾ ഊണ് കഴിക്കുക, ഉറങ്ങുക, കളിക്കുക, ഇങ്ങനെ ഇരിക്കുമ്പോഴും ഭഗവാൻ നിർനിമേഷനായിട്ട് ഉള്ളിലിരുന്ന് നമ്മളെ കൺട്രോൾ ചെയ്യണം. നോക്കൂ, അദ്ദേഹം എന്താ പറഞ്ഞത്? തെറ്റാതെ ഓരോ നിമിഷവും കാത്തുരക്ഷിച്ചുകൊണ്ടു ഞാൻ ഉള്ളിൽ മിന്നുവതോർക്കാതെ. ഭഗവാൻ അന്തര്യാമിയാണ്. 1 വട്ടം 2 വട്ടം 3 വട്ടം പറഞ്ഞിട്ടും നമ്മളത് കേൾക്കണില്ല. എന്നിട്ടും ആരെ കാണാനാണ് നിങ്ങൾ? ഇപ്പോൾ നാളത്തെ ഒരു കോലാഹലം, കുറേ കുട്ടികളെ പെയിൻ്റ് അടിച്ച കാളവണ്ടിയിൽ ഏറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതാണോ നമുക്ക് ആവശ്യം? ഉള്ളിൽ മിന്നുന്ന ചൈതന്യത്തിനല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ കുട്ടി, ഓരോ കുട്ടികളും വളരുമ്പോൾ അവനെ അഹിംസാ പരമോ ധർമ്മ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിക്കാതെ കണ്ട് കിട്ടിയതൊക്കെ മോന്തിയിട്ടും കടിച്ചിട്ട് വലിച്ചിട്ടും ജന്മം പാഴാക്കണോ? ആലോചിച്ച് നോക്കൂ. തെറ്റാതോരോ നിമിഷവും കാത്തുരക്ഷിച്ചുകൊണ്ടു ഞാൻ ഉള്ളിൽ മിന്നുവോതോർക്കാതെ തങ്ങൾ തൻ കഴിവൊന്നിനാൽ മാത്രമാണ് അവയെന്നോരോ ജീവനും വീമ്പുരയ്ക്കവേ. ഇതൊക്കെ എൻ്റെ
കഴിവാണെന്ന് വീമ്പുരയ്ക്കവേ നൽകും ഞാൻ അവർ നന്നാവാൻ ഫലമട്ടെഴും ഔഷധം. ഞാൻ ആ വ്യക്തികൾ നന്നാവണമെന്ന് വിചാരിച്ചിട്ട് പല ഔഷധങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ചുട്ടപ്പട അതന്നെ, അടിയേക്കാൾ വലിയ ഒടിയില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? നൽകും ഞാൻ അവർ നന്നാവാൻ ഫലമട്ടെഴും ഔഷധം. നിങ്ങൾ മൂവരും മൈ ഗോഡ്, ഞാൻ ആകെ പരവശനായിപ്പോയി. നിങ്ങൾ മൂവരും ആ യക്ഷനരികിൽ ചെന്നിത്രയും വേഗം മറന്നുപോയല്ലോ മഹേന്ദ്രപദമാർന്നു നീ. എന്താ പറഞ്ഞത്? നിങ്ങൾ മൂവരും ആ യക്ഷനരികിൽ ചെന്ന് അതിത്രയും വേഗം മറന്നുപോയല്ലോ മഹേന്ദ്രപദമാർന്നു നീ. അതായത് യക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തേജോപുഞ്ചം ഒരു പുല്ലിനെ എടുത്ത് പറയുന്നുണ്ട്. അതിന് അതായത് കാറ്റിനോട് പറയാണ്. കാറ്റിൻ്റെ ശക്തിയെ ഭഗവാൻ സ്വാംശീകരിച്ചിട്ട് കാറ്റിനോട് പറയാം, ഈ പുല്ലിനൊന്ന് പറത്തു. എവിടെ സാധിച്ചില്ല. അഗ്നിനെ വിളിച്ചു. അപ്പോൾ അഗ്നിയുടെ കത്താനുള്ള സ്വാധീനതയെ ഭഗവാൻ വിഡ്രോ ചെയ്തു. എന്നിട്ട് ഇതിനൊന്ന് കത്തിക്കൂ, അതും പറ്റിയില്ല. ഇവർ രണ്ടാളും ഇന്ദ്രൻ്റെ അടുത്ത് പോയി പറഞ്ഞു. എന്നിട്ട് എന്നാൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന്. അവിടെ പോയപ്പോൾ തേജോപുഞ്ചം തന്നെ ഇല്ല. അതൊക്കെ താൻ മറന്നോന്നാണ് ചോദിക്കണത്. അപ്പം നമ്മളും ഇത് 8, 10, 12 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള തെറ്റുകളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വരില്ല, ഒരാൾക്കും വരില്ല. അപ്പോൾ നിങ്ങൾ മൂവരുമായി യക്ഷനരികിൽ ചെന്നത് ഇത്രയും വേഗം മറന്നുപോയല്ലോ മഹേന്ദ്രപദമാർന്നു നീ. വിനീതനായി തന്നെ വാഴും അല്പം ദിവസം ഏവനും വീണ്ടും മുൻമട്ടിലാൾ മാറും. ഇത് ലോക സ്വഭാവം. അതായത് ഒരു ജോലി അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന സമയത്ത് വീണ് തൊഴുത് നിങ്ങൾ എന്നെ വേണ്ട പോലെ നയിക്കണം കേട്ടോ എന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ അയാളെ നയിക്കാൻ തുടങ്ങുമ്പോൾ അത് എല്ലാവരുടെയും സ്വഭാവമെന്നാണ് പറഞ്ഞത്. ഞാൻ 36 വർഷം IIT ജോലി ചെയ്തിട്ടുണ്ട്. HOD ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് പുറത്ത് പോകും. പറയാണ്ട് പോവില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഞാൻ പോവില്ല. കാരണം എന്താ, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് വിളിച്ചാൽ ആളില്ലെങ്കിൽ അദ്ദേഹം എന്താ വിചാരിക്കുക, എല്ലാ സമയത്തും ഞാൻ അങ്ങനെ പോകണമെന്നല്ലേ വിചാരിക്കുക. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, വിനീതനായി തന്നെ വാഴും അല്പം ദിവസമേവനും വീണ്ടും മുൻമട്ടിൽ ആൾ മാറും. ഇത് ലോക സ്വഭാവമാം. അപ്പോൾ ആ ലോകർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമുക്ക് അബദ്ധം പറ്റാണ്ട് നമ്മൾ നോക്കും വേണം. പൊയ്ക്കൊള്ളുക ഞാൻ നിശ്ചയിച്ച കർമ്മം വേണ്ടുന്ന മാതിരി ചെയ്തും കൊണ്ടെന്നെ ഓർമ്മിച്ചേ വാണുകൊള്ളുക ഇനി വാസവ. ഈ വാസവ എന്നുള്ളത് ഇന്ദ്രൻ്റെ വേറൊരു പേരാണ്. അപ്പോൾ പറഞ്ഞു, തനിക്ക് ഞാൻ പല പ്രാവശ്യം വാണിങ്ങൊക്കെ തന്നിട്ടുണ്ട്. പൊയ്ക്കൊള്ളുക ഞാൻ നിശ്ചയിച്ച കർമ്മം വേണ്ടുന്ന മാതിരി. ഭഗവാൻ ഓരോരുത്തർക്കും ഇന്ന കർമ്മങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്നുള്ളത് ഒരു കൂട്ടം ആൾക്കാർക്ക് പറഞ്ഞതല്ല, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് അച്ഛൻ, അമ്മ, ഗുരുനാഥനെ ധിക്കരിക്കുന്നത് അവർക്കൊക്കെ ശിക്ഷയുണ്ട്. പുനരഭിജനനം, പുനരഭിമാരണം, ഏതൊക്കെ തരത്തിൽ അവരെ നശിക്കുക അല്ലെങ്കിൽ യാതനകൾ അനുഭവിക്കുക. നശിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, യാതനകൾ അനുഭവിക്കാണ്ട് മോക്ഷമില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ മാതിരി കർമ്മം വേണ്ടുന്ന മാതിരി ചെയ്തുകൊണ്ട് എന്നെ ഓർമ്മിക്കാതെ കണ്ട് നടക്കണ്ട. എന്നെ ഓർമ്മിച്ചാൽ തെറ്റ് ചെയ്യാൻ തോന്നില്ല. വാണുകൊള്ളുക നീ വാസവ. അന്നേരം മക്കളോടൊപ്പം കാമധേനു വണഞ്ഞുടൻ. അപ്പോൾ കാമധേനു വന്നിട്ടുണ്ട് ദേവലോകത്തുനിന്ന്. അന്നേരം മക്കളോടൊപ്പം കാമധേനു വന്നണഞ്ഞുടൻ ഗോപാലബാലനോട് ഈ മട്ടോതിനാൾ മതിശാലിനി. നല്ല സ്വഭാവ ഗുണമുള്ളവളെന്നർത്ഥം. കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധു കമലായതലോചന.
കൃഷ്ണ കൃഷ്ണ കൃപാസിന്ധോ കമലായതലോചന കൃഷ്ണ കൃഷ്ണ കൃപാസിന്ധോ കമലായതലോചന വിശ്വപാലകനാം നീയേ ഞങ്ങൾക്ക് എന്നെന്നും ആശ്രയം. വിശ്വപാലകനാം നീയേ ഞങ്ങൾക്കെന്നെന്നും ആശ്രയം. ദേവേന്ദ്രൻ ഞങ്ങളെ കൊല്ലുവാനൊരുമ്പെട്ടവൾ ദേവേന്ദ്രൻ ഞങ്ങളെ കൊല്ലുവാനൊരുമ്പെട്ടളവ് ഈ വിധം കാത്തുരക്ഷിച്ച കരുണാവാരിതേ വെൽകാമന്നിതിൽ. അതായത് ഞങ്ങളേനൊക്കെ വെള്ളം കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ് ഇന്ദ്രൻ. അതിൽ നിന്ന് രക്ഷിച്ച അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. കാത്തുരക്ഷിച്ചു കരുണാവാരിതേ വെൽകാമന്നിതിൽ ഗോവിപ്രദേവന്മാരല്ല പൂജരായവരേവരും എന്നും സുരക്ഷിതന്മാരായി വാഴൂ നിൻ കൃപയൊന്നിനാൽ. സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നവരൊക്കെ ഭഗവാനെ നന്ദി സൂചകമായിട്ട് ഭഗവാനെ സ്തുതിക്കണം. വിപ്രദേവന്മാരല്ല, പശുക്കളും ബ്രാഹ്മണരും ദേവന്മാരെന്ന് മാത്രമല്ല, പൂജ്യരായവരും, പൂജിക്കാൻ അർഹരായിട്ടുള്ള ഏവരും എന്നും സുരക്ഷിതന്മാരായി വാഴൂ നിൻ കൃപയൊന്നിനാൽ. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്ര, ഇതിലൊക്കെ സ്ത്രീ പുരുഷന്മാർ ഇവരൊക്കെ നമ്മൾക്ക് പലവരേനും എണ്ണിയെടുക്കാൻ പറ്റും. ആരെ? കൃപ, ഭഗവാന്റെ കൃപ അനുഭവിക്കുന്നവർ. അപ്പോൾ എന്നും സുരക്ഷിതന്മാരായി വാഴൂ നിൻ കൃപയൊന്നിനാൽ. ആകയാൽ മേൽ ഞങ്ങൾക്ക് ഇന്ദ്രൻ നീയേ ജഗൽപതേ. ഇന്ന് മുതൽക്ക് ഇതുവരെ ഞങ്ങൾ ഇന്ദ്രനെ കൂട്ടാക്കിയിരുന്നു, ഇനി ഞങ്ങൾ ഇന്ദ്രനെ കൂട്ടാക്കില്ല. അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രൻ, അതായത് ഞങ്ങളുടെ നാഥൻ. ആകയാൽ ഇനിമേൽ ഞങ്ങൾക്ക് ഇന്ദ്രൻ നീയേ ജഗൽപതേ. ഭൂപാരം തീർക്കുവാൻ അമ്പാൽ പിറന്ന മധുസൂദന. അങ്ങയുടെ അവതാര ഉദ്ദേശം എന്താ? ഭൂമിയിലുള്ള അശട്ടുത്തരങ്ങൾ, നെഗറ്റിവിറ്റീനെ ഇല്ലായ്മ ചെയ്യലാണ് അങ്ങയുടെ ഉദ്ദേശം. അതിന് ഞങ്ങൾ പിന്തുണ എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഭഗവാനോട്. അപ്പോൾ പറഞ്ഞു, ഭൂഭാരം തീർക്കുവാനമ്പാൽ പിറന്ന മധുസൂദന. ബ്രഹ്മാവും ഞങ്ങളോടമ്മട്ട് അരുളി ചെയ്തു മാധവ. ബ്രഹ്മാവ് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അരുളി ചെയ്തു മാധവ, ഈ മണിപ്പാറമേലൊട്ടൊന്നെഴുന്നള്ളിയിരിക്കണം. അതായത് ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ എന്താ പറയാനുള്ളത് വിചാരിക്കും. അവിടെയാണ് പറയാനുള്ളത്, ഈ മണിപ്പാറമേലൊട്ടൊന്നെഴുന്നള്ളിയിരിക്കണം. കാരണം ഇനി സ്വയം പാല് ചുരുത്തിയിട്ട് ഗോവിന്ദന് പട്ടാഭിഷേകം ചെയ്യണം. അപ്പോൾ ചളിയിൽ പറ്റുമോ? ചളിയിൽ പാല് വീണാൽ നിൽക്കണവർ ഇരിക്കുന്നവരൊക്കെ മേലും പാറപ്പുറത്തായാലോ അതങ്ങോട്ട് ഒഴുകി പോയിക്കോളും. ഇരിക്കണവർക്ക് യാതൊരു കുഴപ്പമില്ല. യു ജസ്റ്റ് തിങ്ക് ദി ഇൻ്റലിജൻസ് ഓഫ് വ്യാസരുടെ തൂലികയ്ക്ക്. കാരണം വ്യാസരാരാ? കൃഷ്ണദ്വൈപായനൻ, ഭഗവാൻ തന്നെ. അപ്പോൾ ഈ മണിപ്പാറമേലൊട്ടൊന്നെഴുന്നള്ളിയിരിക്കണം, അഭിഷേകം ചെയ്തിടട്ടെ ഞങ്ങൾ ആ മട്ടിൽ ഉണ്ണിയെ ഈ മട്ടിൽ ഓതി നാഥൻ്റെ മൂർധാവിൽ അഭിഷേചനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മൂർധാവിൽ ചോരുന്ന് അഭിഷേകം ചെയ്തു. കാമധേനു കനത്തുള്ളൊരു അകിടാൽ ചെയ്തു മിന്നവേ. ദേവമാതൃക്കൾ ഉര ചെയ്ത് ഇന്ദ്രൻ ആകാശം ഗംഗയാൽ. ദേവമാതൃക്കൾ ഉര ചെയ്ത് ദേവമാതാക്കൾ ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര ഇതാണ് നല്ല സന്ദർഭം. ആകാശഗംഗയെ നിറച്ച രത്നകുംഭങ്ങൾ കൊണ്ട് ലോകൈകനാഥനെ ഗോവിന്ദൻ എന്നു വാഴ്ത്തിക്കൊണ്ടുടൻ ദേവർഷിമാരോടും കൂടിച്ചേർന്ന് അഭിഷേകം ചെയ്ത് അമ്പാൽ കണ്ണീരു തൂകിനാൻ. അവസാനം കണ്ണീര് എന്ന് പറഞ്ഞാൽ ആനന്ദ കണ്ണീരെന്ന് തന്നെ പറയണം. തെറ്റുകൾ ക്ഷമിച്ച് തൻ്റെ ജോലിയിൽ വ്യാപൃതനാവാൻ ഭഗവാൻ അരുളി തന്നെ അല്ലേ? അതാണ് വലിയ കാര്യം. നമ്മൾക്കൊക്കെ അവരവരുടെ മേഖലകളിൽ അവരവർക്ക് നിസ്തുലമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ ഈശ്വരനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ അഭിഷേകം ചെയ്തിടട്ടെ ഞങ്ങൾ ആ മട്ടിൽ ഉണ്ണിയെ മട്ടിൽ ഓതി നാഥൻ്റെ മൂർധാവിൽ അഭിഷേചനം.
കാമധേനു കനത്തുള്ളൊരകിടിനാൽ ചെയ്തു മിന്നവേ ദേവമാതൃക്കൾ ഉര ചെയ്ത് ഇന്ദ്രൻ ആകാശഗംഗയാൽ നിറച്ച രത്നകുംഭങ്ങൾ കൊണ്ടും ലോകൈകനാഥനെ ഗോവിന്ദൻ എന്നു വാഴ്ത്തിക്കൊണ്ട് ഉടൻ ദേവർഷിമാരോടും കൂടിച്ചേർന്ന് അഭിഷേകം ചെയ്ത് അമ്പാൽ കണ്ണീരുതൂകിനാൻ. അപ്പോഴേക്കും നാരദാദി മുനിവര്യറുറക്കവേ ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ ജനാർദ്ദന, ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ ജനാർദ്ദന, ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ ജനാർദ്ദന. ഈ വണ്ണം ഭഗവൻ നാമ സങ്കീർത്തന പുരസ്സരം ഈ വണ്ണം ഭഗവൻ നാമ സങ്കീർത്തന പുരസ്സരം പാടിത്തുടങ്ങി നാഥൻ്റെ പുണ്യകീർത്തി മനോഹരം. അപ്സരസ്സുകൾ ആനന്ദ നർത്തനം ചെയ്തു ഭംഗിയിൽ. അപ്സരസ്സുകൾ ആനന്ദ നർത്തനം ചെയ്തു ഭംഗിയിൽ. വിണ്ണോർധൻ പുഷ്പവർഷം കണ്ട് അത്ഭുതപ്പെട്ടു സർവരും. എന്താണ്ടായത്? വിണ്ണോർധൻ പുഷ്പവർഷം കണ്ട് അത്ഭുതപ്പെട്ടു സർവരും. അഭിഷേകം കഴിഞ്ഞ് ഈ മട്ട് അംബുജാക്ഷൻ വിളിക്കവേ. ശ്രദ്ധിക്കണം. വിണ്ണോർധൻ പുഷ്പവർഷം കണ്ട് അത്ഭുതപ്പെട്ടു സർവരും. ഫുൾ സ്റ്റോപ്പ്. അഭിഷേകം കഴിഞ്ഞ് ഈ മട്ട് അംബുജാക്ഷൻ വിളിക്കവേ. ഇത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വിളിച്ചു. അമ്പാൽ പൈക്കൾ ചുരത്തിയിടും പാൽ കൊണ്ടു ഊഴി നനഞ്ഞു പോയി പാരങ്ങും പരമാനന്ദം പൂണ്ടു വിസ്മയമാം വിധം. അതായത് ആ പ്രദേശമൊക്കെ ഭഗവാൻ വിളിച്ചോട് കൂടിയിട്ട് അവർ ഓടിച്ചാടി ഭഗവാന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കണു, നക്കണു, പ്രദക്ഷിണം ചെയ്യണു. പാലൊക്കെ ചോരുന്ന ഭൂമിയാകെ കുളിർത്തു. അപ്പോൾ ഭൂമി ആരാ? ഭഗവാന്റെ കൺസോർട്ടറാണ്. അപ്പോൾ ഭഗവാന് മാത്രം അഭിഷേകം ചെയ്താൽ മതിയോ? അല്ല, ഭൂമിക്കും അഭിഷേകം ചെയ്യണം. അതാണ് പൂ പറിക്കുമ്പോൾ നിലത്ത് വീണ പൂവ് അർച്ചനയ്ക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? ഭൂമിദേവിക്ക് അറിയാണ്ട് ചെയ്ത അർച്ചനയാണ് അല്ലേ. ആരും പൂ പറിച്ചിട്ട് 2 പൂ ഇടുമോ? ഇട്ടാൽ ഗുണമുണ്ട് കേട്ടോ. ഭൂമിദേവി നമസ്കാരം, ഭൂമിദേവി നമസ്കാരം, ഭൂമിദേവി നമസ്കാരം എന്ന് നമ്മൾക്ക് അർച്ചന ചെയ്യാൻ സാധിച്ചാൽ വളരെ നന്നായി. അതുകൊണ്ടാണ് പറഞ്ഞത്, അമ്പാൽ പൈക്കൾ ചുരത്തിയിടും പാൽ കൊണ്ടു ഊഴി നനഞ്ഞുപോയി പാരങ്ങും പരമാനന്ദം പൂണ്ടു വിസ്മയമാം വിധം. ക്രൂരജന്തുക്കളും വൈരം കൈവെടിഞ്ഞു പരസ്പരം. ക്രൂരജന്തുക്കൾ വൈരം കൈവെടിഞ്ഞു പരസ്പരം തമ്മിൽ ഉരുമ്മിക്കൊണ്ട് അങ്ങിങ്ങ് ഓടിക്കളിക്കയായി. അതായത് ക്രൂരജന്തുക്കളും വൈരം കൈവെടിഞ്ഞു പരസ്പരം തമ്മിൽ ഉരുമ്മിക്കൊണ്ട് അങ്ങിങ്ങ് ഓടിക്കളിക്കയായി. ഈ വണ്ണം അമ്പോട് അരവിന്ദതളയാ. ഈ ലാസ്റ്റ് ശ്ലോകം കേട്ടോ, 24-ാമത്തെ. ഈ വണ്ണം അമ്പോട് അരവിന്ദതളയതാക്ഷൻ താമര ദളം പോലെയുള്ള കണ്ണ്. ഈ വണ്ണം അമ്പോട് അരവിന്ദദളായതാക്ഷൻ ഗോവിന്ദനെന്ന തിരുനാമമോടേറെ മിന്നി. എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശ്രീവല്ലഭൻ്റെ ഐശ്വര്യദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയുടെ ഭർത്താവ് ശ്രീവല്ലഭൻ്റെ കനിവാലുടൻ ആജ്ഞയോടെ ദേവേന്ദ്രനും വിലസി വെൺപുരി പൂകി മന്ദം. മെല്ലെ അവരവരുടെ വീട്ടിലേക്ക് പോയി. ശ്രീവല്ലഭൻ്റെ കനിവാലുടൻ ആജ്ഞയോടെ, ഭഗവാന്റെ ആജ്ഞയോടുകൂടി ദേവേന്ദ്രനും വിലസി വെൺപുരി പൂകി മന്ദം ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമക്ഷനാശനേ ലീലാകാണ്ഡേ 5-7 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 76-ാം സ്കന്ധം. 76-ാം സ്കന്ധത്തിൻ്റെ ഹെഡിങ് ഞാൻ എഴുതി വെച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം എല്ലാം കൂടിയിട്ട് പിന്നാവാന്ന് വിചാരിക്കും, പക്ഷേ നടക്കില്ല. അപ്പോൾ ഇവിടെ 76-ന് 76 വരുണ സമൃദ്ധിയിൽ വിസ്മിതരായ ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനം.
വരുണ സമൃദ്ധിയിൽ, വരുണൻ ആരാ? സമുദ്രം. വരുണ സമൃദ്ധിയിൽ വിസ്മിതരായ ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനം. അത് നോക്കാം എന്താണ് എന്നുള്ളത്. ഒന്നാമത്തെ ശ്ലോകം. വരുണൻ അന്നും അതേ മട്ടിൽ പിണഞ്ഞു പിഴയെങ്കിലും ക്ഷണം തിരുത്തി മതിമാൻ മഹനീയ ഗുണാലയൻ. അപ്പോൾ ബ്രഹ്മാവിന് ഒരു തെറ്റുപറ്റി, അത് കഴിഞ്ഞിട്ട് ഇന്ദ്രന് തെറ്റുപറ്റി, വരുണനും തെറ്റുപറ്റി. പക്ഷെ വരുണൻ എന്ത് ചെയ്തു? ചടപടാന്ന് തൻ്റെ തെറ്റിനെ തിരുത്തി ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാന്റെ ആൾക്കാരെ അങ്ങോട്ട് സംതൃപ്തിപ്പെടുത്തി. വരുണൻ അന്നും അതേ മട്ടിൽ പിണഞ്ഞു പിഴയെങ്കിലും ക്ഷണം തിരുത്തി മതിമാൻ മഹനീയ ഗുണാലയൻ. തെറ്റ് തിരുത്തുന്നവനാണ് മഹാത്മാക്കൾ. തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ശഠിക്കണവരല്ല. തെറ്റ് ചെയ്തു, ഓ ശരി, ഇതാ. വ്രജേശൻ ഏകാദശി നോറ്റ് ഊണ് ഉറക്കം മകന്നവൻ. വ്രജേശൻ ആര്? വ്രജേശൻ എന്ന് പറഞ്ഞാൽ വ്രജത്തിൻ്റെ ഈശൻ. അതാരാ? നന്ദഗോപര്. നന്ദഗോപര് ഒരു ദിവസം ഏകാദശി നോറ്റ് ഊണ് ഉറക്കം മകന്നവൻ. അപ്പോൾ ഏകാദശി നോക്കണേൻ്റെ 2 പ്രധാന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആരും അത് ചെയ്യാറില്ല. തനിക്ക് തന്നെ ഏകാദശി നോറ്റാൽ ഫലം ഉണ്ടാവുന്നില്ല. ഏകാദശി നോറ്റാൽ അന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല, ഊണ് കഴിക്കാനേ പാടില്ല എന്നാ. എന്തിനത്? മാസത്തിൽ 2 ഏകാദശി വരും, 15 ദിവസം, 15-ാം പക്കം എന്ന് പറഞ്ഞാൽ അവരവരുടെ ശരീരത്തിലുള്ള രജോ ഗുണം തമോ ഗുണം പോകണം. ഇതാരും പറഞ്ഞു തരില്ല. ശരീരത്തിലുള്ള രജോ ഗുണം തമോ ഗുണം പോകണം. ശരീരം കൂടുതൽ പളപളാന്ന് മിന്നാൻ പാടില്ല. അങ്ങനെയാണ്. കാരണം തമോ ഗുണം രജോ ഗുണം പൊങ്ങിയാൽ സാത്വിക ഗുണം പോകും. അപ്പോൾ വിശപ്പാണ് ഊണിന് രുചി ഉണ്ടാവുക. അപ്പോൾ 15 ദിവസത്തിൽ ഒരു ദിവസം ഭക്ഷണം കിടന്നുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. അപ്പോൾ വ്രജേശനെ ഏകാദശി നോറ്റ് ഊണും ഉറക്കവും മകന്നവൻ കുളിപ്പാൻ ചെന്നു കാളിന്തി ആറ്റിൽ ആസുരവേളയിൽ. അതെന്താ? എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ താല്പര്യമുണ്ട്. ഈ പകലിന് 4 യാമുള്ളത് മാതിരി രാത്രിക്ക് 4 യാമുണ്ട്. 6 മണി മുതൽ 9 മണി വരെ മനുഷ്യന്മാർ ഈശ്വരനെ പൂജിക്കുന്നതാണ്. 9 മുതൽ 12 വരെ ദേവന്മാർ ഭഗവാനെ പൂജിക്കുന്ന സമയമാണ്. 12 മുതൽ 3 മണി വരെ അസുരന്മാർ രാക്ഷസന്മാർ ഭഗവാനെ പൂജിക്കുന്ന സമയമാണ്. പിന്നെ എഗെയിൻ 3 മുതൽ 6 വരെ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി മനുഷ്യന്മാർ. അപ്പോൾ ആസുരവേളയിൽ അസുരന്മാർ സഞ്ചരിക്കുന്ന സമയത്ത് സമയം തെറ്റി ഉണർന്നു അദ്ദേഹം. അങ്ങനെ കുളിക്കാൻ പോയി. അപ്പോൾ കുളിപ്പാൻ ചെന്നു കാളിന്തിയാറ്റിൽ അസുരവേളയിൽ ഭക്തി പ്രഭാവം ഓർക്കാതെ ഭക്തിയുടെ പ്രഭാവം ഓർക്കാതെ ദൈത്യൻ വരുണൻ്റെ ഒരു കിങ്കരൻ, ഒരു രാക്ഷസൻ സ്വാമിക്ക് അരികിൽ എത്തിച്ചാൻ അദ്ദേഹത്തെ. അതായത് ഈ നന്ദഗോപരെ പിടിച്ച് വരുണാലയത്തിൽ അതായത് അടിത്തട്ടിൽ കൊണ്ടുപോയി. നമ്മുടെ സമയം ലംഘിച്ചിട്ടൊരാൾ പുഴയിലിറങ്ങി, ഞാൻ പിടിച്ചു കൊണ്ടുവന്നു, എന്താ വെച്ചാൽ ശിക്ഷ വധിക്കാമെന്നായി. അപ്പോൾ സ്വാമിക്കരികിൽ എത്തിച്ചിടിനാൻ അദ്ദേഹത്തെ അറിഞ്ഞുടൻ. അപ്പോഴേക്കും വരുണൻ ആളെ മനസ്സിലായി, നമസ്കരിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഞാൻ കൃഷ്ണൻ്റെ വലിയ ഭക്തനാണ്, അച്ഛൻ തിരുമേനി എന്നെ രക്ഷിക്കണേന്ന് പറയാൻ തുടങ്ങി അദ്ദേഹം. എതിരേറ്റു മഹാഭാഗൻ വരുണൻ ദ്വാദശി വ്രതം വേണ്ടും വിധം കഴിപ്പിച്ച്. ഉടനെ ദ്വാദശിക്ക് പാരണ വീട്ടാനുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. താൻ തന്നെ പരികർമ്മിയായി. ഇപ്പം ആരാ പരികർമ്മി? തീർത്ഥം കൊടുക്കാനൊക്കെ ആരാ? വരുണൻ തയ്യാറായി വേണ്ടും വിധം കഴിപ്പിച്ചു. താൻ തന്നെ പരികർമ്മിയായി സന്തോഷിപ്പിച്ചു. ആരേനെ? നന്ദഗോപരെ സന്തോഷിപ്പിച്ചു. സൗവർണ കിരീടാദികളാർന്നവൻ. സൗവർണ 10 തങ്കം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കിരീടങ്ങളൊക്കെ വെച്ച ആളാണ് ആരെ? വരുണൻ. ആ കിരീടമൊക്കെ വെച്ചിട്ട് വസുദേവരങ്ങനെ തുരുവരാന്ന് നമസ്കരിക്കുക.
കാരണം വസുദേവരെ സന്തോഷിച്ച് ആരും സന്തോഷിക്കാതെ ഉണ്ടെങ്കില്ല. കൃഷ്ണൻ സന്തോഷിപ്പിച്ചു സൗവർണ കിരീടാദികളാർന്നവൻ നന്ദഗോപാലൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു ഭാഗ്യവാൻ. അതായത് ഈ വരുണാലയത്തിലേക്കൊക്കെ പോയി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ആശ്ചര്യം, എന്താ എൻ്റെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ? ബയോഡാറ്റൊക്കെ മറിയ ഇപ്പോൾ കൃഷ്ണൻ്റെ അച്ഛനല്ലേ, ലോകേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ്റെ അച്ഛനല്ലേ. അച്ഛൻ വരാത്ത വിവരം യശോദാ ദേവി ചൊൽകവേ. എന്താ കുട്ടികളെ നിങ്ങളിത്ര ഒരു ഉത്സാഹം കാണില്ലല്ലോ നിങ്ങൾക്ക്? അച്ഛനെ കാണാഞ്ഞിട്ടാണ്. അച്ഛൻ കുളിക്കാൻ പോയിട്ട് ദേവരം വന്നിട്ടില്ല, പോയി അന്വേഷിക്കാൻ പോയിട്ട്. അതാണ് മക്കൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അമ്മ മുണ്ടാണ്ടിരിക്കും, അച്ഛൻ വരും. അങ്ങനെയല്ല, അച്ഛൻ വരാത്ത വിവരം യശോദാദേവി ചൊൽകവേ വിശ്വേശ്വരൻ തിരിഞ്ഞും കൊണ്ട് അണഞ്ഞാൻ വരുണാലയം. തെരഞ്ഞു പോയി, ഒന്ന് മുങ്ങി പൊന്തി, ഇതാ പോയി ഇതാ വന്നു, അവിടെ എത്തി. അങ്ങനെ അപ്പോൾ വിശ്വേശ്വരൻ തിരിഞ്ഞും കൊണ്ടണഞ്ഞാൻ വരുണാലയം നന്ദഗോപാലൻ ആനന്ദവിവശൻ. തൻ്റെ മകനെ അവിടെ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന് ആനന്ദവിവശൻ, ആനന്ദം കൊണ്ട് മയക്കം വന്നു, തുള്ളിച്ചാടുക ചെയ്തത്. ഞാനും അത്ര ശ്രദ്ധിച്ചില്ല, കാരണം ഇത്രയൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം വേണ്ടേ. അപ്പോൾ എന്താ വിവശതയ്ക്ക് കാരണം? ഭഗവാനെ കണ്ടു എന്നുള്ളത്. അത് ആനന്ദം കൊണ്ടോ അതിപ്പോൾ ഭൂപ്രോട് തന്നെ ചോദിക്കണം. നന്ദഗോപാലൻ ആനന്ദവിവശൻ തന്നെ പറഞ്ഞത്. ആനന്ദം കൊണ്ട് വിവശനായി തന്നെ ഇത്രയും ലോകപാലകനും മാനിപ്പതു കണ്ട് അത്ഭുതത്തോടും. ഇപ്പം ഞാൻ ആരാ? അതായത് വരുണൻ ഈ സമുദ്രത്തിൻ്റെ അധിപനാ. അപ്പോൾ ആ വരുണൻ എന്നെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ ലോകപാലകന്മാരുകൂടി എന്നെ മാനിക്കാൻ തുടങ്ങി. കൃഷ്ണൻ അപ്പോൾ അത് ലോകപാലകനും മാനിപ്പത് കണ്ട അത്ഭുതത്തോടും കൃഷ്ണൻ്റെ മേന്മ ഓർത്തോർത്ത്. ഇതിനൊക്കെ കാരണം എന്താ? കൃഷ്ണൻ്റെ മേന്മ ഓർത്തോ. ആ കൃഷ്ണനെയാണ് നമ്മൾ മനസ്സിലാക്കാതെ കണ്ട് നാളെ എന്തൊക്കെയോ ഘോഷയാത്ര, ആണും പെണ്ണും കോഴിയുടെ താളത്തിന് ഉറിയടിക്കുക, അനുകരിക്കാൻ പാടുമോ? ആരോടൊപ്പം ഞാൻ പറയാം? അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അത് മനസ്സിലാക്കണില്ല ആൾക്കാർ. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൃഷ്ണൻ്റെ മേന്മയോർത്തോർത്ത് മണിമഞ്ചത്തിൽ വാഴവേ വരുണൻ ഗോപവേഷത്തിൽ വിലസും വിശ്വനാഥനെ. വരുണൻ എന്താണ്? ഗോപവേഷത്തിൽ വിലസും വിശ്വനാഥന്. കൃഷ്ണൻ ഇവിടെ കൃഷ്ണൻ്റെ ശരിക്കുള്ള രൂപം മഹാവിഷ്ണുവിനുള്ള രൂപം വരുണൻ അറിയാം. അപ്പോൾ ഇവിടെ ഗോപവേഷത്തിൽ വിലസും വിശ്വനാഥനെ പേലിക്കിരീടവും ഗോപിക്കുറിയും വനമാലയും പീതാംബരവുമായി മുന്നിൽ മിന്നും അത്ഭുത ബാലനെ. പെട്ടെന്ന് അതോക്ഷജനെ ആ മട്ടിൽ നേരിട്ടു കാണുകയാൽ പെട്ടെന്ന് മനസ്സുകൊണ്ട് മാത്രം അറിയാൻ, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് സദ്ബുദ്ധി കൊണ്ട് ഭഗവാന് കൃപാക്ഷം കൊണ്ട് അകക്കണ്ണ് കൊണ്ട് മനസ്സിലാക്കാൻ മാത്രം കഴിവുള്ള ഭഗവാനെ ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് അതോക്ഷജനെ ഈ മട്ടിൽ നേരിട്ട് കാണുകയാൽ സന്തോഷവും സംഭ്രമവും ഭയവും പൂണ്ടു ഭാഗ്യവാൻ. ഇനിയിപ്പോൾ അച്ഛനെ കണക്ക് കൊണ്ടുവന്നതിൻ്റെ ശേഷം ചോദിച്ചപ്പോൾ എന്താ പറയുക? അപ്പോൾ സന്തോഷവും സംഭ്രമവും ഭയവും പൂണ്ടു ഭാഗ്യവാൻ മണിത്തളകിലുങ്ങിയിടും ആ മലർച്ചരണങ്ങൾ. ഒന്നും ആലോചിച്ചില്ല, ആ ഭഗവാന്റെ മണിത്തളകിലുങ്ങിയിടും. കുട്ടിയല്ല, 6-7 വയസ്സല്ലേ ഉള്ളൂ. ആ കാലിലെ തള വിളങ്ങുന്ന കാല് മണിത്തളകിലുങ്ങിയിടും ആ മലർച്ചരണങ്ങളിൽ പൂവിന് സദൃശമായ കാല്. നമസ്കരിച്ച് എഴുന്നേറ്റു നന്ദഗോപാഭിനന്ദിതൻ. അതായത് നന്ദഗോപരെ സന്തോഷിപ്പിച്ച പോലെ തന്നെ ഭഗവാനും കണ്ണീർ കിനിഞ്ഞു കൈകൂപ്പി സ്തുതിച്ചു മഹിതാശയൻ. നമ്മൾ ഒന്ന് ട്രൈ ചെയ്യൂ. അവരവരുടെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ഫോട്ടോൻ്റെ പ്രതിമയുടെ മുമ്പിൽ പോയിട്ട് തലയ്ക്കും മീതെ കൈ പിടിക്കുക. ആനന്ദ കണ്ണീർ വരാൻ ആർദ്രത വേണം. കൃഷ്ണ കൃഷ്ണ നീയേ ശരണം നീയേ ശരണം നീയേ ശരണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് നിലവിളിച്ചാൽ മതി. എന്നാൽ ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും.
അപ്പോൾ കണ്ണീർ കിനിഞ്ഞു കൈകൂപ്പി സ്തുതിച്ചു മഹിതാശയൻ, മഹാപ്രഭോ നിൻ കൃപയാൽ ഈ വണ്ണം ദിവ്യദർശനം. എനിക്കിപ്പോൾ അങ്ങയുടെ ഈ കിശോരാവസ്ഥയിൽ കാണാൻ സാധിച്ചത് അങ്ങ് ചെയ്ത ഒരു അനുഗ്രഹമാണ്. അങ്ങയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കാണുക? ഇപ്പോൾ വേറെ അഷ്ടദിക്പാലകന്മാരാരും ഭഗവാനെ കണ്ടില്ലല്ലോ. അപ്പോൾ ദിവ്യദർശനം സാധിപ്പതാണ് എൻ ജന്മത്തിലാകെയുള്ളൊരു സൽഫലം. ഇനി എന്താ വേണ്ടത്? അപ്പം എന്നോട് ചോദിക്കുകയാണ്, പട്ടാമ്പി എന്ത് സംഭവിച്ചു? ഓഹോ, ഞാനിതാ വ്യാസരും അതേപോലെ വാൽമീകിയും അവരുടെ തൂലിക ഏത് കൂടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, അതേനെ ഞാനും സഞ്ചരിച്ചു. ഇതിലും മീത് എനിക്കെന്താ ഭാഗ്യം വേണ്ടത്? ഭാഗവതത്തിൻ്റെ മാധ്യമത്തു കൂടെ ദേവി ഭാഗവതം പറയുന്നു, ഇപ്പം മൂലം പറയുന്നുണ്ട്, ശ്രീകൃഷ്ണകഥാമൃതം പറയുന്നുണ്ട്. ഇതിലും മീത് എന്താ വേണ്ടത്? ഏതൊരാചാര്യനാണ് ഇത്ര പ്രഭാഷണമുള്ളത്? കാശ് കിട്ടുന്ന പ്രഭാഷണങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. കാശ് കിട്ടാണ്ട് എത്രയും പ്രഭാഷണം ചെയ്യുക? അതിന് അവർ നല്ലൊരു തൊലിക്കെട്ടി വേണം. എന്താ തൊലിക്കെട്ടി? ഇത് ഇന്നല്ലെങ്കിൽ നശിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്ക് നല്ല ഭക്തിയുള്ളവരുടെ 4 വാക്കുകൾ ഗംഭീരായി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തേജോ ഫീലിംഗ്, വികാരം എന്ന് പറയില്ല ഞാൻ, വിചാരം. അതുകൊണ്ടാണ് പറഞ്ഞത്, സാധിപ്പതാണൻ ജന്മത്തിൽ ആകെയുള്ളൊരു സൽഫലം, അപരാധം മറന്ന് ഈ മട്ടിൽ എന്തും കൃപാനിതേ, നിൻ തൃപ്പതാംബുജം നേരിൽ കാണാൻ കൈവന്നവൻ ഇനി മറ്റൊന്നും ആശിപ്പതിനില്ല, അവൻ ആനന്ദപൂർണനാം. കാശ് കൊണ്ടുണ്ടാവുന്ന ഭയമാണ്. കാശ് കൂടുതലായ ഭയമാണ്. ആരെങ്കിലും തലവീശും, ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ അല്ലേ? പല ആൾക്കാരും വരും, ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ വരും, ആരും മുഷിപ്പിക്കാൻ പറ്റില്ല. പിന്നതിനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരെ കുറച്ച് ഇപ്പോഴത്തെ ഈ ഹിസ്റ്റീരിയ ആർക്കും വേണ്ട. ആ പട്ടാമ്പി അവിടെ പോയ ഇപ്പം എൻ്റെ ചില സ്നേഹിതന്മാരുടെ നാട്ടിൽ എങ്ങോട്ടാ പോണ്? വൃന്ദാവനിലേക്ക് രാജേട്ടനെ കാണാൻ. വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ആളവിടെ പിടിച്ചിരുത്തുന്നത്. അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ചിലവർ പറയും, ഞാനേ എല്ലാ ജോലിയും തിരക്കായിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ടാണ് പോണത്, കുറേ നേരം ഇരിക്കാനുള്ള സന്നദ്ധയിലാണ് പോണത് എന്ന് എൻ്റെ വിചാരതാൾക്ക് അപ്പുറം അവർ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് ഐ ആം വെരി ഹാപ്പി. കാരണം ആൾക്കാർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്തുവല്ലോ. പിന്നെ ഞാൻ അവരോട് സിനിമാക്കഥയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ നേരായ വഴി, എന്നെ ആരൊക്കെ സഹായിച്ചു, എന്തൊക്കെ സഹായിച്ചു, അവരുടെ ബന്ധം എന്താ, ഒന്നുമില്ല, ഭഗവാന്റെ ബന്ധം, നാരായണ നാരായണ നാരായണ. അപ്പോൾ പറഞ്ഞു, മറ്റൊന്നും ആശിപ്പതിനില്ല, അവൻ ആനന്ദപൂർണനാം. 15ാമത്തത് സ്തുതിയാണ് കേട്ടോ, സർക്കിൾ ചെയ്തിട്ടുണ്ട്. അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങും വിശ്വപാലക, അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങും വിശ്വപാലക. എന്തിനാ ഞാൻ ഗുരുവായൂർ പോണം? അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങും വിശ്വപാലക, നമസ്കാരം നമസ്കാരം നന്ദഗോപപ്രിയാത്മജ, നമസ്കാരം നമസ്കാരം നന്ദഗോപപ്രിയാത്മജ. അറിയാതെ ഈ വിധം ഭൃത്യൻ ചെയ്തു പോയൊരു സാഹസം. എൻ്റെ വിവരദോഷി എന്നിപ്പോൾ പറയണ്ടേ ഞാൻ, കാരണം എനിക്ക് അനുഗ്രഹം ഉണ്ടായി. എൻ്റെ ഒരു കിങ്കരൻ അറിയാതെ കണ്ട് ഈ നന്ദഗോപർ ആരാണെന്ന് അറിയാണ്ട് പിടിച്ചു കൊടുന്ന് എൻ്റെ മുമ്പിൽ നിർത്തി. അറിയാതെ ഈ വിധം ഭൃത്യൻ ചെയ്തു പോയൊരു സാഹസം ക്ഷമിച്ച് അനുഗ്രഹിക്കണം എന്നെന്നും അടിയങ്ങളെ. എന്താ പറഞ്ഞത്? ക്ഷമിച്ച് അനുഗ്രഹിക്കണം എന്നെന്നും അടിയങ്ങളെ. പൂജനാം അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാം ദയാനിധേ, പൂജനാം അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാം ദയാനിധേ. അവിടേക്കും നമസ്കാരം പ്രത്യേകം ഗോകുലാധിപ, ഗോകുലത്തിൻ്റെ അധിപനായിരിക്കുന്ന നന്ദഗോപരെ അങ്ങേക്ക് നമസ്കാരം. പൂജനാം അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാം ദയാനിധേ, അവിടേക്കും നമസ്കാരം പ്രത്യേകം ഗോകുലാധിപ. ഈ വിധം നാഥനെ പ്രീതിപ്പെടുത്തി വിനയാന്യുതൻ. അതായത് എനിക്ക് വിനയുണ്ടെങ്കിൽ എനിക്ക് വേറൊരാൾ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ.
എൻ്റെ ഗുരുനാഥനെ ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കണോ എന്ന് വരുമ്പോഴാണ് അദ്ദേഹത്തിനെ 10 ആളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ താല്പര്യം കൂടുക. എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയാം? അപ്പോൾ ഈ എൻ്റെ കാരണവർ ഭയങ്കര രസികനാണ്. അദ്ദേഹം 2004 ആഗസ്റ്റ് 17 ഒരു രാമായണകാലം കഴിഞ്ഞിട്ട് കുർള സ്റ്റേഷനിൽ ഞാൻ നേത്രാവതിക്ക് വണ്ടി കയറ്റുകയാണ്. അപ്പോൾ ആ 17 ആണിത് കഴിഞ്ഞത്. അന്ന് അദ്ദേഹം ട്രസ്റ്റി പിന്നെ പ്രസിഡൻറ്റ് ഒരു SR പിള്ള സാറ് അദ്ദേഹം പറയാണ്, പട്ടാമ്പിക്ക് ഇങ്ങനൊരു ഗുരുനാഥനെയും കാരണവർക്ക് പട്ടാമ്പീനെയും കിട്ടിയത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും സംഭവിക്കില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അതിന് നന്ദി പ്രകടനം അദ്ദേഹം ചെയ്തത് എങ്ങനെയാണ്? പൂജ്യനായ എന്നെ പൂജ്യനാക്കി പട്ടാമ്പിന്നാണ്. ഞാനൊന്നും ആക്കിയിട്ടില്ല. അദ്ദേഹം പൂജയ്ക്ക് അർഹനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്യും. ഇപ്പോൾ അഷ്ടമിരോഹിണിക്കും ഞങ്ങൾ ഗുരുവായൂർ ഏകാദശിക്കൊക്കെ ഗംഭീര പരിപാടി നടത്താറുണ്ട്. എന്താ, ഒരു 2 കിലോ എണ്ണ വാങ്ങും, കുറേ പൂവ് വാങ്ങും, ഭരണവർക്കൊക്കെ അർച്ചിക്കാൻ പറയും. ഹരേ രാമ ഹരേ രാമ, സൺറൈസ് ടു സൺസെറ്റ്. അതിനിടയ്ക്ക് ദീപാരാധന കഴിഞ്ഞാൽ ഭജന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഉറ്റുനോക്കും. എന്തിന്? അവതാരം വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങേയറ്റം സുതാര്യതയോടുകൂടി ഇരിക്കുക. കാരണം ഐ ആം വെരി ഹാപ്പി. അതാ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ പറ്റി. എന്താ, ഈ വിധം നാഥനെ പ്രീതിപ്പെടുത്തി വിനയാന്വിതൻ നമസ്കരിക്കെ സന്തോഷമാർന്ന് മായാ മനോഹരൻ ചിരിച്ചു യാത്ര ചൊല്ലിക്കൊണ്ട് അച്ഛനൊത്ത് മഹാപ്രഭു. ആ രംഗമൊക്കെ നമ്മളൊന്ന് 3 ഡൈമെൻഷനിൽ മനസ്സിൽ നമസ്കരിക്കെ സന്തോഷമാർന്ന മായാ മനോഹരൻ ചിരിച്ചു യാത്ര ചൊല്ലിക്കൊണ്ട് അച്ഛനൊത്തു മഹാപ്രഭു അണഞ്ഞാൻ നിമിഷം കൊണ്ട് മഹത്താം നന്ദഗോകുലം. വല്ലഭാധിപൻ ആനന്ദഭരിതൻ ചെന്നണഞ്ഞുടൻ. വല്ലഭാധിപൻ ആനന്ദഭരിതൻ ചെന്നണഞ്ഞുടൻ യശോദയോടും ഗോപാലന്മാരോടും മറ്റും ഈ വിധം. നന്ദഗോപുരം പോയിട്ട് ഇങ്ങനെ വിസ്തരിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പോയി. ഒരു പിന്നെ അസുരൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി. എവിടേക്കറിയോ നിങ്ങൾക്ക്? വരുണാലയത്തിലേക്ക്. എനിക്ക് കിട്ടിയ സന്തോഷം, എനിക്ക് കിട്ടിയ സ്വീകരണം, ഇത്ര പളപളക്കുള്ള ഒരു കിരീടം ഞാൻ കണ്ടിട്ടില്ല. 10 മാറ്റ് തങ്കം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വരുണൻ്റെ കിരീടം എൻ്റെ പാദത്തിൽ മുട്ടിച്ചു. എനിക്ക് തന്നിട്ടുള്ളത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് യശോദമ്മ. ആർക്കൊക്കെ അച്ഛ വീതിച്ചു കൊടുത്തോളൂ. നവരത്നങ്ങൾ, അത് ഇത് മറ്റേ ഞാൻ പറയില്ല, ലൊട്ടുകൊടുക്കത് ഞാൻ പറയണില്ല. അത് പറ്റിയ സമയമല്ല. അത് വേറെ വല്ലതും ആ കൊണ്ടുവന്നു വെച്ചാൽ ലൊട്ടിലെടുക്കാൻ. ഇത് ലൊട്ടിലെടുക്കല്ല, ഇതെല്ലാം നവരത്നങ്ങളാണ് കൊടുത്തയച്ചുള്ളത്. അതുകൊണ്ട് വല്ലവാധിപൻ ആനന്ദഭരിതൻ ചെന്നണഞ്ഞുടൻ യശോദയോടും ഗോപാലന്മാരോടും മറ്റും ഈ വിധം വീണ്ടും വീണ്ടും വിസ്തരിച്ചു വരുണൻ്റെ സമൃദ്ധികൾ. നമ്മൾ തന്നുണ്ണിയെ കണ്ടുള്ള ഉള്ളളവാ ആ തന്നുണ്ണിയെ കണ്ട് ഉള്ള അലവാ ലോകപാലകൻ. അപ്പം നമ്മൾ തന്നുണ്ണിയെ കണ്ടുള്ള സന്തോഷഭരിതം കൊണ്ട് ഉള്ള അളവ് ആ ലോകപാലകൻ. നമ്മൾ തന്നുണ്ണിയെ കണ്ടുള്ള അളവ് ആ ലോകപാലകൻ കാണിച്ച ബഹുമാനത്തെ ചൊല്ലാൻ ആവില്ലൊരിക്കലും. ആ വരുണൻ്റെ പരാക്രമം. അതിനിടയ്ക്ക് നമ്മുടെ കുട്ടൻ അവിടെ എങ്ങനെ വന്നത് എനിക്കറിയില്ല.
എൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ അയാളതാ നമസ്കരിക്കണു, 4 പാടും പ്രദക്ഷിണം വയ്ക്കണു, അഞ്ജലി ബന്ധം ചെയ്യണു. അതാണ് കാണിച്ച ബഹുമാനത്തെ ചൊല്ലാനാവില്ലൊരിക്കലും നമസ്കരിച്ച് വായ് പൊത്തി നിൽപ്പുള്ളവരെ നല്ലവൻ. എൻ്റെ കുട്ടിയുടെ അടുത്ത് വരുണൻ ഇങ്ങനെ കൈ പൊത്തി നിൽക്കുകയായിരുന്നു എന്ന്. പെണ്ണുണ്ടായിരുന്നല്ലോ കേട്ടോ കയ്യിൽ. കാണിച്ച ബഹുമാനത്തെ ചൊല്ലാനാവില്ലൊരിക്കലും നമസ്കരിച്ചു വായ്പൊത്തി നിൽപ്പുള്ളവർ നല്ലവൻ. അദ്ദേഹത്തിൻ മണിഗ്രഹം എന്നല്ല പല കാഴ്ചയും മറ്റത്ഭുതങ്ങൾ കാണേണ്ടിയിരുന്നു നിങ്ങളൊക്കെയും. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. കാണാൻ യോഗ്യനാണ് വരുണാലയം. ഓരോ വിശേഷം ഈ മട്ടിൽ കേട്ടു നിന്നവരേവരും കൃഷ്ണനെ സർവലോകേശൻ എന്ന് ഓർത്തും മതിശാലികൾ. നമ്മുടെ കുട്ടി ചില്ലറക്കാരനല്ല. കൃഷ്ണനെ സർവലോകേശനെന്നോർത്തും അതിശാലികൾ ഉത്സാഹമാർന്ന് കൃഷ്ണൻ്റെ മഹാമഹിമയാവിധം. എന്താ പറഞ്ഞത്? കൃഷ്ണനെ സർവലോകേശനെന്നോർത്തും അതിശാലികൾ ഉത്സാഹമാർന്ന് കൃഷ്ണൻ്റെ മഹാമഹിമയാവിധം കാൺമാൻ ഉൾക്കാമ്പിലോർത്തും കൊണ്ടവർ നോക്കി മുകുന്ദനെ. ഇവരൊക്കെ ഈ വരുണാലയത്തിൽ പോയത് മാത്രം അവർ പരിചയിച്ചില്ല, ബാക്കിയുള്ളതൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് ഉത്സാഹമാർന്ന കൃഷ്ണൻ്റെ മഹാമഹിമാവിധം കാൺമാൻ ഉൾക്കാമ്പിലോർത്തും കൊണ്ടവർ നോക്കി മുകുന്ദനെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 26 മുതൽ 36 ഒരു 12 ശ്ലോകം ഭഗവാനെ സ്തുതിക്കാണ്. അത് നമുക്ക് സ്തുതിക്കാം. സർവന്തര്യാമി തൻ തൃപ്പദാശ്രിതർക്കെഴും ആഗ്രഹം കണ്ട് അലിഞ്ഞ ഉള്ളിൽ ഈ മട്ടിലോർത്തു കാരുണ്യവാരിധി. അജ്ഞാനകാമകർമ്മങ്ങൾ കടിമപ്പെട്ട മനുഷ്യൻ. ഞാനല്ല പറഞ്ഞത് കേട്ടോ. അജ്ഞാന കാമകർമ്മങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ. ഞാൻ വെറുതെ ആണോ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അല്ല. അജ്ഞാന കാമകർമ്മങ്ങൾ സപ്താഹവേദിയിൽ ചെയ്യണത് തെറ്റ്. കുട്ടികളില്ലാത്തവർക്ക് രുക്മിണിയുടെ വിഗ്രഹം എടുത്താൽ എന്നാൽ എല്ലാവർക്കും ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അതൊരു കൊടുത്താൽ പോരെ? അങ്ങനെയല്ലല്ലോ. അതാണ് അജ്ഞാന കാമകർമ്മങ്ങൾ കടിമപ്പെട്ട മനുഷ്യൻ ദേഹത്തെ തന്നെ ഞാനെന്നോർത്ത് ഓരോരോ വിഷയത്തിലും മാധുര്യം കണ്ട് ആത്മജ്ഞാനാംശം മൂടി നിൽക്കയാൽ ആത്മാവിൻ നിലയ എമ്മട്ടിലെന്നാണറിവതൊഴിയിൽ. ആത്മാവിൻ നില എമ്മട്ടിലെന്നാണ് അറിവത് ഊഴിയിൽ. ആത്മാവിനെ പറ്റി ഭൂമിയിലുള്ളവർ അറിയാത്തോടത്തോളം കാലം ഭൂമിയിലുള്ളവർക്ക് എന്തില്ല? ശരണാഗതനായിട്ട് സംഭവിക്കില്ല. അറിഞ്ഞല്ലാതെ ഊഴിയിൽ അറിഞ്ഞല്ലാതെ സംസാരമുക്തി ചിന്തിക്കുവാൻ പണി. സംസാരമുക്തി ഉണ്ടാവണോ? എന്ത് ചെയ്യണം? അജ്ഞാന കാമകർമ്മങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. അറിഞ്ഞല്ലാതെ സംസാരമുക്തി ചിന്തിക്കുവാൻ പണി. മുമുക്ഷം വളരാതെ അമ്മട്ട് ആത്മജ്ഞാന പരിശ്രമം. അതിൽ പിന്നീട് ഭഗവാൻ ഭക്തി തൊട്ട മഹോദയം അമ്മട്ടിൽ എത്രയോ കാലം ദൂരെയാം പ്രേമദർശനം. അച്ഛൻ പോലും ഇതാ നോക്കൂ വരുണൻ്റെ സമൃദ്ധിയിൽ ഭ്രമിക്കയാണ്. ഇവർക്കെൻ്റെ നിലയൊട്ടൊന്നു കാട്ടിടാം. ഭഗവാൻ ഇവിടെ വന്നിട്ട് ഭഗവാന്റെ മേന്മ എന്താണെന്നാണ് അച്ഛൻ പറഞ്ഞത്. വരുണൻ്റെ മേന്മ എന്താണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ പോലും ഇതാ നോക്കൂ വരുണൻ്റെ സമൃദ്ധിയിൽ ഭ്രമിക്കുകയാണ്. ഇവർക്ക് എൻ്റെ നിലയൊട്ടൊന്നു കാട്ടിടാം. ഇവർക്ക് ആലോചിച്ച് നോക്കണം എന്നോർത്ത് അവർക്കു ഭഗവാൻ ഇരുളിൻ മോളിലെത്രയും മിന്നിത്തിളങ്ങിയിടം ലോകം കാട്ടിനാൻ കരുണാനിധി. വരുണലോകം ഇങ്ങോട്ട് കാട്ടിക്കൊടുത്തു. നമ്മളും കണ്ടില്ലേ? വരുണലോകം നമ്മളും കണ്ടുല്ലോ.
അപ്പോൾ അച്ഛൻ പോലും ഇതാ നോക്കൂ വരുണൻ്റെ സമൃദ്ധിയിൽ ഭ്രമിക്കയാണ്, ഇവർക്കെൻ്റെ നീലയൊട്ടൊന്നു കാട്ടിടാം എന്നോർത്തവർക്കും ഭഗവാൻ ഇരുളിൻ മോളിൽ എത്രയും മിന്നിത്തിളങ്ങും ലോകം കാട്ടിനാൻ കരുണാനിധി. വൈകുണ്ഠം കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. വൈകുണ്ഠം കാണിച്ചു കൊടുത്തെന്നാ. ജ്ഞാനപ്രകാശബഹുളം ജ്ഞാനപ്രകാശബഹുളം ശാശ്വതം സത്യസുന്ദരം. സത്യസുന്ദരം എങ്ങനെ ഇത് വായിക്കുക? സ്റ്റണ്ടായിപ്പോയില്ലേ? ജ്ഞാനപ്രകാശബഹുളം, ജ്ഞാനമാകുന്ന പ്രകാശം, ബഹുളം ശാശ്വതം സത്യസുന്ദരം, ഗുണങ്ങൾ കൊണ്ടു വൈചിത്രം കാട്ടും പ്രകൃതി നീങ്ങവേ. തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം കൂടി മാഞ്ഞാൽ മാത്രമേ ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിനെ സമാധി അവസ്ഥയിൽ ഭക്തനും ഭക്തിയും ഭഗവാനും കൂടി ഒന്നാവുന്ന അവസ്ഥയിൽ ഗുണങ്ങൾ കൊണ്ടു വൈചിത്രം കാട്ടും പ്രകൃതി നീങ്ങവേ. സമാഹിത മനസ്കന്മാർ മണ്ണിനും പൊന്നിനും ഒരുപോലെ വില മതിക്കാൻ സാധിക്കുമോ? സമാഹിത മനസ്സന്മാരായി. അതായത് അരമനയിലത്തെ കുട്ടീനെയും ഗിരിവർഗത്തിലുള്ള കുട്ടീനെയും ഒരേപോലെ കാണാൻ പറ്റുമോ? സമാഹിത മനസ്സായി. സമാഹിത മനസ്കന്മാർ കാണും പരമമാം പദം, തേജോ മധ്യത്തിൽ വരും കണ്ടു ഗോപാലകൃഷ്ണനെ. തേജോ മധ്യത്തിൽ ഏവരും എല്ലാവരും കണ്ടു. ഈ ഉണ്ണിക്കണ്ണൻ അവിടെ കണ്ടു എന്ന് അനന്തശായിയായിട്ട്. എല്ലാ തേജോ മധ്യത്തിലവരും കണ്ടു ഗോപാലകൃഷ്ണനെ. കൈകൂപ്പിയേ നിന്നു പോയാൽ എത്രയോ നേരം അങ്ങനെ. എത്ര നേരമാണ് അഞ്ജലി വന്ദനം ചെയ്തത് എന്ന് ഓർമ്മയില്ല. എത്രയോ അപ്പോൾ കൈകൂപ്പിയേ നിന്നു പോയോരെത്രയോ നേരം അങ്ങനെ. ബ്രഹ്മാനുഭൂതിയിൽ തന്നെ മുങ്ങിപ്പോവരക്ഷണം. ബ്രഹ്മാനുഭൂതിയിൽ തന്നെ മുങ്ങിപ്പോം അവരെ ക്ഷണം. കരേറ്റി നിന്നാൻ കാവർണൻ. ഉടനെ മായ കൊണ്ട് അവരുടെ ഇത് മാറ്റി. കരേറ്റി നിന്നാൻ കാർവർണൻ കമനീയ മൃദുസ്മിതൻ. തന്നെത്താൻ ആശ്രയിച്ചോരേ. ഹരിദാസ് വിളിക്കാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. അറ്റൻഷൻ. എന്താ പറയുക? തന്നെത്താൻ ആശ്രയിച്ചോരെ വിശുദ്ധ പ്രേമ മാധുരി മുൻമട്ടിൽ ആസ്വദിപ്പിപ്പാൻ ഭഗവാൻ ഭക്തവത്സലൻ. ഭക്തവത്സലൻ പീലി ചൂടി വിളങ്ങിയിടും പീതാംബര മനോഹരൻ. അതുമട്ടിൽ മഹാപ്രഭുത്വമാർന്ന് അങ്ങ് അഭിവന്ദ്യ പ്രഭനാംബരമ്പുമാനെ അരികിൽ കളിയാടി നിൽപ്പതായി കണ്ട് അതിസന്തോഷം ചെയ്യുന്നു സർവപേരും. അതുമട്ടിൽ മഹാപ്രഭുത്വം മാർന്ന് അങ്ങ് അഭിവന്ദ്യ പ്രഭനാംബരം പുമാനെ അരികിൽ കളിയാടി നിൽപ്പതായി കണ്ട് അതിസന്തോഷം മയുന്നു സർവ്വപേരും. അതായത് ആ വൈകുണ്ഠാധിപൻ തന്നെയാണ് ഇവിടെയും നിൽക്കണത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് അവരുടെ ഉള്ളം അലിഞ്ഞുപോയി. അരികിൽ കളിയാടി നിൽപ്പതായി കണ്ട് അതിസന്തോഷമയെന്നു സർവരും. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ഷൽ സപ്തതി തമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് എന്നുള്ളവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.